തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ കോൺഗ്രസ് നേതാവിനെ സഹപ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കടകംപള്ളി മണ്ഡലം സെക്രട്ടറി BS ദീപുവിന്റെ പരാതിയിൽ പേട്ട പോലീസ് കേസെടുത്തു. ബലാത്സംഗ കേസിൽ വ്യാജരേഖ ഹാജരാക്കി മുൻകൂർ ജാമ്യം നേടിയ മലയങ്കീട് മുൻ SHO AV സൈജുവിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ ഡോക്ടറുടെ ഹർജിയിലാണ് നടപടി. എറണാകുളത്ത് മുളകുപൊടി കണ്ണിലെറിഞ്ഞ് വൃദ്ധയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച യുവാവ് അറസ്റ്റിൽ. ചേന്നമംഗലം കിഴക്കുംപുറ സ്വദേശി ഷാജഹാനെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ്. എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ലെന്നാണ് വർഗീസിന്റെ നിലപാട്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് ബംഗളൂരുവിൽ പെൺ സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊന്നു. ബംഗാൾ സ്വദേശിനി ഫരീദ ഖാത്തൂനാണ് കൊല്ലപ്പെട്ടത്. പ്രതി റഹാൻ അഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി.